ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ലോകത്തിൽ അധികം ആരും ശ്രദ്ധിക്കാതെ, ഒരുപക്ഷെ ശ്രദ്ധിച്ചെന്നും ഉള്ള മട്ടിൽ തന്നെ സൈലൻ്റായിട്ട് മൗനമായിട്ടിരിക്കുന്നത്, കാരണം അവരെ ബാധിക്കുന്നതല്ല, മറ്റുള്ളവരെ, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരെ, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി ഉന്മൂലനാശം ചെയ്യുന്ന ആ പ്രക്രിയ, അതിൻ്റെ ആരംഭകാലം മുതൽ യഹൂദന്മാർ തുടങ്ങി, അവിടുന്ന് റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ തുടങ്ങി, പിന്നെ 6-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്ലാം മതം ശക്തി പ്രാപിച്ചു. അവരുടെ ശക്തി എന്ന് പറയുന്നത് വാൾമുനയിൽ, വാളിൻ്റെ വായ്ത്തല കൊണ്ട് ശക്തി ഉണ്ടാക്കുക, മനുഷ്യരെ നേടുക എന്നുള്ളതാണ് അവരെ പഠിപ്പിച്ചിരുന്നത്. അവരുടെ അങ്ങനെ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന് തൃപ്തി അതാണ്, മറ്റുള്ളവരെ എല്ലാം വായ്ത്തല കൊണ്ട് കൊന്നൊടുക്കുക എന്ന് ഉള്ളതായിരുന്നു. കൊന്നൊടുക്കി അല്ലാത്തവരെ മതം മാറ്റിയെടുക്കുക ബലാത്കാരമായിട്ട്. ആ പ്രക്രിയയാണ് ഇന്നിപ്പോൾ പല രാജ്യങ്ങളിലും ഇന്ന് ആഗോള വ്യാപകമായിട്ട് അവരുടെ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളെല്ലാം നടക്കുന്നു. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഈ അടുത്ത ദിവസം, കഴിഞ്ഞ ആഴ്ച തന്നെ നൈജീരിയയിലെ, ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ എന്ന നിലയിൽ 7-ാം സ്ഥാനത്ത് ഉള്ള രാജ്യം ആഫ്രിക്കയിലെ നൈജീരിയ. അവിടെ 15 കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, ഗർഭിണികൾ, മാതാക്കൾ, അവരുടെ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരെയും ചേർന്ന് അവരെല്ലാം ചുട്ടു, ചുമ്മാ കൊന്നൊടുക്കിയതല്ല, തീയിട്ട് അവരുടെ ഭവനങ്ങളിലിട്ട് പൂട്ടിക്കെട്ടി രക്ഷപ്പെടാതിരിക്കാൻ ചുറ്റും വളഞ്ഞു നിന്ന് ഫൂലാനി തീവ്രവാദികൾ, ബോക്കോ ഹറാം എന്നൊക്കെ പറയുന്ന തീവ്രവാദി സംഘടനകൾ, ഇസ്ലാമിസ്റ്റുകളാണ് അവരിലെ തീവ്രവാദി സംഘടനകളെ അവർ തീയിട്ട് ചുട്ടു കൊന്നുകളഞ്ഞു. ആരെങ്കിലും മിണ്ടിയോ? ഇവിടെ 24 എന്നുള്ള ഒരു വാർത്താ ചാനലിൽ ഞാൻ എപ്പോഴും ഇപ്പം മിക്കവാറും കാണാൻ ഇഷ്ടപ്പെടുന്നതാണ്. വാർത്തകളൊക്കെ സത്യസന്ധമായിട്ട് പറയുമായിരുന്നു. SKN അതിൻ്റെ ഒരു അതിന് സാരഥിയായിട്ട് ഇരുന്നപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഹാഷ്മി എന്ന് പറയുന്ന ഒരു മുസൽമാന് അത് കൈമാറ്റം ചെയ്ത പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കാനായിട്ടില്ല. അദ്ദേഹം ഗാസയിൽ ഒരു കുഞ്ഞുങ്ങളാരെങ്കിലും, അമ്മമാർ, ഗർഭിണികൾ, അല്ലെങ്കിൽ ആരെങ്കിലും ബോംബ് വീണു, യുദ്ധത്തിനിടയിൽ ബോംബ് വീണു മരിച്ചു, ആശുപത്രികൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു എന്നും പറഞ്ഞ് ആവേശമായിട്ട് തുള്ളി ഉറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ചാനലിൽ കണ്ടിട്ടുണ്ട്. 24-ൽ അദ്ദേഹത്തിന് തുള്ളി ഉറയാനൊക്കെ സാധിക്കും. അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത്? ഈ ഹൃദയകാഠിന്യം കൂടിയ ഈ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും അമ്മമാരെയും ഒക്കെ മറയാക്കിക്കൊണ്ട് അവരുടെ കൂടെ അവിടെ ഇരുന്ന് അവരുടെ ആശുപത്രികളിലെ, അവരുടെ ഭവനങ്ങളിലെ, പിന്നെ സ്കൂളുകളിലെ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം അവർ ആയുധപ്പുരകൾ ഉണ്ടാക്കി സംഭരണം ചെയ്ത് അവിടെ ആയുധ പരിശീലനവും നടത്തി, ആയുധ സംഭരണവും നടത്തി അവിടെ കഴിയുകയാണ്. അപ്പോഴവരെ ആക്രമിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അതിന് ഇയാളൊക്കെ ഇതുപോലുള്ള ഓരോരുത്തർ തുള്ളി ഉറഞ്ഞ് സോഷ്യൽ മീഡിയകളിലെല്ലാം പ്രചരിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനസാക്ഷി ഉള്ളവർക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? ഒരു ഗുട്ടറാസ് എന്ന് കൊണ്ട് UN-യുടെ ഒരു തലവൻ, സെക്രട്ടറി ജനറൽ, അയാളുടെ വർത്തമാനമൊക്കെ കേട്ടാൽ അയാൾക്ക് മനസാക്ഷിയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ ലക്ഷക്കണക്കിന് പേരെയാണ് കൊന്നൊടുക്കുന്നത് പല ഭാഗങ്ങളായിട്ട്. ഈ ഒറ്റ ഒരുത്തരും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഈ ഹാഷ്മിയുടെ നാക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ കണ്ണോ കാതോ മനസ്സോ എല്ലാം അടഞ്ഞതാണോ? കാതിന് ഉരുക്കി ഒഴിച്ചോ? എന്തുകൊണ്ട് പിന്നെ മിണ്ടുന്നില്ല? ക്രിസ്ത്യാനിയെ അന്ന് മുതൽ ദ്രോഹിക്കുക, ആദ്യകാലം മുതലേ അങ്ങനെയാണ്. യഹൂദർ
ദ്രോഹിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ ആ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളെ ദ്രോഹിച്ചത്. ഈ സെൻറ്റ് പോൾ ഇന്ന് ക്രിസ്ത്യൻ മിഷണറി ആയിരുന്ന് ദൈവം തന്നെ വിളിച്ചു വരുത്തി അവനെ അത് ഏർപ്പെടുത്തിയപ്പോൾ വിശുദ്ധ പൗലോസ് ആരായിരുന്നു? ഇങ്ങനെ കൊന്നുകൊണ്ട് നടന്ന ആരാച്ചാരായിരുന്നു. ക്രിസ്ത്യാനികളെ അന്വേഷിച്ച് നടന്ന് കുതിരകളുടെ പുറകെ കെട്ടി അവൻ്റെ അനുയായികളും കൂടെ അദ്ദേഹത്തിൻ്റെ കെട്ടി വലിച്ചു കൊണ്ടുവന്ന് മൈലുകൾ ദൂരം കൊണ്ടുവന്ന് സിനഗോഗുകളിൽ കൊണ്ടുവന്ന് കയറ്റി കൊല്ലുകയായിരുന്നു. അങ്ങനെ നടന്ന ആളാണ് ദൈവം തന്നെ വിളിച്ചിട്ട് നീ എൻ്റെ വഴിക്ക് വാ, നിന്നെയാണ് എനിക്ക് വേണ്ടിയത് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത്. പിന്നെ റോമൻ സാമ്രാജ്യം ഏറ്റെടുത്തു. യഹൂദർ ഭിന്നമായി പോയപ്പോൾ അവർ ഭിന്നമായി പോയെങ്കിലും പിന്നീടും അവർ പോയി പാർത്ത ഓരോ സ്ഥലത്ത് അവർ പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. റോമൻ സാമ്രാജ്യം ഏറ്റെടുത്തപ്പോൾ നീറോ ചക്രവർത്തിയാണ് വിശുദ്ധരെ എല്ലാവരെയും പത്രോസിനെയും പൗലോസിനെയും എല്ലാവരെയും കൊന്നത് അറിയാമല്ലോ. വിളക്കിന് പകരം ഈ ക്രിസ്ത്യാനികളുടെ ദേഹത്ത് തുണി ചുറ്റി ഇത് കൊഴുപ്പുകൾ, തീ കത്തിക്കുന്നതിനുള്ള കൊഴുപ്പുകൾ, എണ്ണകൾ എല്ലാം കുതിർത്ത് അവരുടെ ശരീരത്തെ പച്ച ജീവനോടെ ചുറ്റി അവരെ നിർത്തി വിളക്ക് എരിക്കുകയായിരുന്നു. വെളിച്ചം കാണാൻ തെരുവീതികളിൽ, റോമൻ തെരുവീതികളിൽ. എന്നിട്ട് ക്രിസ്ത്യാനികൾ നശിച്ചില്ല. അതിൻ്റെ 100 മടങ്ങ്, 1000 മടങ്ങ്, 10,000 മടങ്ങായിട്ട് അവർ വർദ്ധിക്കുകയാണ് ചെയ്തത്. അവിടെ കിടന്ന് പിച്ചും പേയും പറഞ്ഞില്ല. അവർക്ക് രോദനമൊന്നുമില്ല. മൗനമായിട്ട് ദൈവത്തിന് വേണ്ടി, കാരണം സത്യദൈവം ഒന്നേ ഉള്ള ദൈവം, ആ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ സ്വയം ബലിയായി അവിടുത്തെ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവർ ഇത് കണ്ട് മനസ്സിലാക്കി സത്യദൈവത്തെ അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ഇനിയും ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഈ മുഹമ്മദിൻ്റെ കാലത്ത് അറേബ്യയുടെ ഭൂരിപക്ഷം പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമുണ്ടായിരുന്നു. അതിനെ മുഹമ്മദ് ഇല്ലാതാക്കിയ വാളിൻ്റെ വായ്ത്തലാണ് അവരെല്ലാം കൊന്നൊടുക്കി അവിടെ ഈ ഇസ്ലാം രാജ്യം അവിടെ സ്ഥാപിച്ചത്. പിന്നെ അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും മധ്യധരണിയാഴിയുടെ തീരത്തുള്ള പല രാജ്യങ്ങളും അങ്ങനെയാണ് അവരെടുത്തത്. ഇസ്രായേൽ ഉൾപ്പെടെ, ഇറാൻ, ഇറാഖ്, ജോർദാൻ, ഇതെല്ലാം അവരങ്ങനെ കീഴടക്കി എടുത്താണ്. ഇതെല്ലാം ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളായിരുന്നു. ഭൂരിപക്ഷവും 90% ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ, അങ്ങനെ യഹൂദരുണ്ടായിരുന്നു. ലെബനൻ ഈ അടുത്ത 1970 വരെ അവിടെ 80% ക്രിസ്ത്യാനികൾ, അതിലും കത്തോലിക്കരായിരുന്നു. അതിനുശേഷം ഇവർക്ക് അല്പം സ്ഥലം കൊടുത്തു, അവരും കുടിയേറിക്കോട്ടെ, ചെയ്തോട്ടെ. അവിടെ ഉള്ളവർ, അവിടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് 10% മുസ്ലിങ്ങളും അവരവിടെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് നല്ല ഒരു ശുദ്ധമായ ജനാധിപത്യ ഭരണം അവിടെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ അവിടെയും കയറി കുഴപ്പങ്ങളുണ്ടാക്കി അവിടെയും ചെയ്തു. അപ്പോൾ ആർക്കും ഇതൊന്നും തുള്ളുണ്ടായോ? ഇതിനൊന്നും ഇവരിങ്ങനെ ഓരോന്നും കാണിച്ചാണ് ഓരോരുത്തടത്തും ഓരോന്നും ചെയ്ത് ക്രൂരതകൾ, ഏറ്റവും കൊടും ക്രൂരതകൾ. കമ്മ്യൂണിസ്റ്റ് ഭരണം ആദ്യകാലത്ത് ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും ക്രൂഷ്യവിൻ്റെ കാലത്ത് ചെയ്തുപോലെ, ക്രൂഷ്യവിൻ്റെ കാലത്ത് ഇത്രയില്ലായിരുന്നു, സ്റ്റാലിൻ്റെയും കാലത്ത് ചെയ്തുപോലത്തെ അതേ ക്രൂരത ചെയ്ത് ആണ് ഇവർ വളരുന്നത്. എന്നിട്ട് ആർക്കും തുള്ളണ്ട. ക്രിസ്ത്യാനിയുടെ രക്തം പുഴയായിട്ട് ഒഴുകുമ്പോൾ അവരെ ചുട്ടുകരിച്ച് മാംസം കരിഞ്ഞ് എല്ലും കരിഞ്ഞ് കരിക്കട്ടയായപ്പോൾ അവർക്കതിൻ്റെ ഗന്ധവും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നു സുഖമായിട്ട്. എന്താ ഒരു UNOയ്ക്കും ഒരുത്തർക്കും സെക്രട്ടറി ജനറലിനൊന്നും മിണ്ടാൻ വയ്യാത്തത്? അല്ലാത്തതിനെല്ലാം ആരും പരാതി കൊടുത്തിട്ടൊന്നും അല്ലല്ലോ മിണ്ടുന്നത്, സ്വയം പ്രതിഷേധിക്കുകയല്ലേ. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളായിരുന്നു. അതിലെല്ലാം ഇവർ അവിടെ, കാരണം എന്താ, രതിവൈകൃതം, ഇഷ്ടം പോലെ സുഖഭോഗം ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു തത്വം. അവരുടെ തത്വം ആയിരുന്നു എന്നല്ല ആയിട്ടുണ്ട്. അതിന് സൗകര്യമില്ലാത്തത് കൊണ്ട് മറ്റുള്ളിടത്ത് അത് നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു സുഖം കൊണ്ട് അവിടുത്തെ രാജാക്കന്മാരും ഭരണാധികാരികളെല്ലാം, കാരണം ഇഷ്ടം പോലെ ആകാമല്ലോ, ക്രിസ്ത്യാനികൾക്ക് അത് പറ്റത്തില്ലല്ലോ. ഒന്ന് അത്രയേ ഉള്ളൂ.
അതാണ് ദൈവം, സത്യദൈവം ആജ്ഞാപിച്ചിട്ടുള്ളത് മനുഷ്യരോട്. അപ്പോൾ അതിനു വേണ്ടി അവരെല്ലാവരും മതം സ്വീകരിച്ചു. അവരുടെ ആ മതം സ്വീകരിച്ചവർ ഇപ്പം കൊടും ക്രൂരതകൾ ചെയ്യുന്നു, നടക്കുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും തന്നെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ മധ്യധരണിയ അഴിയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയായിരുന്നു. തുർക്കി ക്രിസ്ത്യൻ കേന്ദ്രമായിരുന്നു. റോമൻ കോളനികളാണ് എല്ലായിടത്തും, ക്രിസ്ത്യൻ കേന്ദ്രങ്ങളും അതുപോലെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്രിസ്ത്യൻ കേന്ദ്രങ്ങളായിട്ട് മിക്കവാറും മാറിയിരുന്നു. അപ്പോൾ അതിനെ ആക്രമിച്ച് കീഴടക്കി അവിടെ ക്രിസ്ത്യാനികളില്ലാതായി. ക്രിസ്ത്യൻ ദേവാലയങ്ങൾ എല്ലാം തകർത്തു. സർവ്വതും അവരുടേതാക്കി തിന്മയുടെ പ്രതീകമാക്കി മാറ്റിയത്. അങ്ങനെയാണ് തുർക്കി നഷ്ടപ്പെട്ടത്. ഇപ്പോഴും തുർക്കിയിലെ എർദോഗൻ പ്രസിഡന്റ് ആഗോള ഭീകരൻ എന്ന് പറയാൻ ആ ഒരു മനുഷ്യനെ മാത്രമേ പറയാനുള്ളൂ, അല്ല നെതന്യാഹു അല്ല. അദ്ദേഹം ചെയ്യുന്നതിൽ തെറ്റുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയും തെറ്റിനെ അനുകൂലിക്കത്തില്ല. ആ എർദോഗനെ പോലുള്ള ക്രൂരൻ വേറെ ആരും ഇന്നിപ്പോൾ ഇല്ല, ജീവിച്ചിരിപ്പോ ഇല്ല. അയാൾ കറാബാക്ക്, അർമീനിയ, തുർക്ക്മെനിസ്ഥാൻ, ഈ നഗോർണ, ഈ ഭാഗങ്ങൾ, ഈ രാജ്യങ്ങളെല്ലാം, അർമീനിയ എന്ന് പറയാൻ അറിയാലോ, 95% കത്തോലിക്ക ക്രിസ്ത്യാനികളായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം, തുർക്ക്മെനിസ്ഥാൻ, ഇവിടെ എല്ലാം ഈ എർദോഗനാണ് സൈന്യങ്ങളും ആയുധവും കൊടുത്ത് അവിടെയെല്ലാം ഇസ്ലാം മതം അടിച്ചേൽപ്പിച്ച് എല്ലാവരും ഫലാനം ചെയ്യുകയാണ്. എത്ര കോടിക്കണക്കിന് ജനങ്ങളാണ് ഇവിടങ്ങളിൽ നിന്ന് പോയത് ജീവനും കൊണ്ട്. ബാക്കിയുള്ളവരെ അവിടെ തന്നെ താമസിക്കാൻ ഉറച്ചു നിന്നവരെ കൊന്നുകളഞ്ഞു. അങ്ങനെയാണ് അവിടെ ഇസ്ലാം മതം സ്ഥാപിച്ചത്. ഇങ്ങനെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അർമേനിയയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആരും മിണ്ടുന്നില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഇതിനു വേണ്ടി അലമുറയിടാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ ദൈവമായ കർത്താവിനോട്, ഞങ്ങളുടെ ദൈവമെന്നല്ല, സകലത്തിൻ്റെ സൃഷ്ടാവായ, സകലരുടെയും സൃഷ്ടാവായ, സകല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തോട് ഞങ്ങൾ കരഞ്ഞ് പറയും, പ്രാർത്ഥിക്കും. ഇവർക്ക് എന്തിനാ? ഇവരെ നശിപ്പിക്കാനല്ല. അവരുടെ മതത്തെ പോലെ, മറ്റ് മതങ്ങളെ പോലെ അവരെ ക്രൂരന്മാരെ, നീചരെ നശിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. അവരെ ദൈവത്തിലേക്ക്, വിശുദ്ധ പൗലോസിനെ ഞാൻ പറഞ്ഞല്ലോ, തിരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി, നന്മയിലേക്ക്, ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി മനസ്സാകണമേ, അവിടുന്ന് അതിന് വെളിപ്പെടണമേ അവർക്ക് എന്നേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ഗുരുനാഥൻ. ആരാ ഞങ്ങൾ ഗുരുനാഥൻ? ദൈവം, സാക്ഷാൽ ദൈവം തന്നെ. യേശു സാക്ഷാൽ ദൈവമാണ്. രാത്രിയും പകലും ഓരോരുത്തരും ഓരോന്നല്ല. വിവരം കെട്ട ചിലർ പറയുന്നുണ്ട്, വെറും വിവരം കെട്ട മനുഷ്യരുടെ ഒരു 0.5% പോലും വിവരവും ഒന്നുമില്ലാത്ത വെറും വങ്കത്തം പറഞ്ഞ് കുലമ്പുന്നവർ കുറച്ച് സോഷ്യൽ മീഡിയകളിലുണ്ട്. അതവർക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ ദൈവം ഉണ്ടായിരിക്കണം. അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായിരിക്കണം, അവരുടെ പുസ്തകങ്ങളിൽ കാണണം. ഏതെങ്കിലും പുസ്തകം ആരെങ്കിലും എഴുതിയത് വെച്ച് കൊണ്ട് ഒരു മതം ഉണ്ടാക്കി കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഒന്നുമില്ല. ഒരാളെ പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് മതം ഉണ്ടാക്കിച്ച് പുസ്തകം എഴുതിച്ച് ആ പുസ്തകം കൊണ്ട് ഇത് മതം ഉണ്ടാക്കിച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്രൂരതകൾ, തിന്മകൾ ലോകത്തിൽ അവസാനം വരെ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലവും ഈ കൂട്ടർ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലവും. എന്താ ഈ ആഷ്മിക്കും കൂട്ടർക്കും ഇങ്ങനെയുള്ള കൂട്ടർക്കെല്ലാം ഒന്ന് തുള്ളാൻ പറ്റാത്ത രോഷം കൊണ്ടാഞ്ഞ് അലറാത്തത്? അതൊന്നും മനുഷ്യരല്ലേ? അവരുടെ ചോരപ്പുഴയല്ലേ ഒഴുകിയത്? അവരുടെ മാംസവും എല്ലുമൊക്കെ അല്ലേ കത്തി കരിഞ്ഞ് നാറിയത്? സുഗന്ധം ആസ്വദിക്കുകയായിരുന്നു ഇവരൊക്കെ. ഇന്ന് ഭാരതത്തിലും ഇതാണ് നടക്കുന്നത്. അവരിൽ നിന്ന് എല്ലാ നന്മകളും സ്വീകരിച്ച് മിഷണറിമാരിൽ നിന്നും, വൈദികരിൽ നിന്നും, സിസ്റ്റേഴ്സിൽ നിന്നും, ഇപ്പോഴ് ആദ്യം മിഷണറിമാരിൽ നിന്നും ഒക്കെ എല്ലാ നന്മകളും സ്വീകരിച്ച് മനുഷ്യരായി മാറിയപ്പോൾ, കിരാതന്മാരിൽ നിന്ന് അവർക്ക് സംസ്കാര സമ്പന്നരായ മനുഷ്യരായിട്ട് ഭാരതത്തിൽ മാറിയപ്പോൾ
അവർക്ക് ഇനിയും മറ്റവരെ തിരിഞ്ഞു കുത്തണം, നമ്മളെ ഇങ്ങനെ ആക്കിയവർക്ക് അവരെ കൊന്നുകളയണം. അവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ ഇന്ത്യയിൽ? ക്രിസ്ത്യാനികളെ ദ്രോഹിച്ച് കൊല്ലുന്ന, ഇവിടെയും ചുട്ടുകൊന്നു 3 പേരെ ഒരു കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിൽ. വെള്ളം കൊടുക്കാതെ ഇട്ട് കൊന്ന ഒരു ഗ്രാമം മുഴുവനും ഉണ്ട്. വെളിയിലോട്ടിറങ്ങിയാൽ കൊന്നുകളയും, വെള്ളം എടുക്കാൻ പാടില്ല എന്ന്. 5 മാസത്തിന് മുൻപ് അവിടെയൊക്കെ പിടഞ്ഞ് മനുഷ്യർ മരിച്ചു. വെള്ളം ബസ്തർ ജില്ലയിൽ. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്തോ? ഒന്നുമില്ല, ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർ നിർബന്ധിച്ച് മതം മാറ്റി. അവരെ കൊണ്ട് ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ പേരെ 150 കുടുംബങ്ങളെ മതം മാറ്റി 3 മാസം മുൻപ്. അവരെ നിർബന്ധിച്ച് ക്രിസ്തു മതത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റി ഹിന്ദു മതത്തിലോട്ട്. ഇപ്പോഴാണല്ലോ ഹിന്ദു മതം ഉണ്ടായത്. എന്നാ അപ്പം നിങ്ങൾക്ക് എവിടുന്ന് ഹിന്ദു മതം എന്നുണ്ടായി? ഹിന്ദു മതത്തെപ്പറ്റി പഠിച്ച്, ക്രിസ്തു മതത്തെയും പറ്റി പഠിച്ച് സംസ്കാര സമ്പന്നരായി വിദ്യാസമ്പന്നരായവരെല്ലാം യേശുദേവൻ അല്ലാതെ, യേശു അല്ലാതെ വേറൊരു ദൈവത്തെ നമ്മൾക്കിങ്ങനെ ഏറ്റവും നല്ല മാതൃക കാണിച്ചു തന്നിട്ടുള്ള ജീവിതത്തിന് ആരുമില്ലെന്നാണ് പറയുന്നത്. നമ്മൾക്ക് അനുകരിക്കാവുന്ന സർവഗുണങ്ങളും ഉള്ള സമ്പന്നതയുള്ള ഒരു ദൈവം യേശു മാത്രമേ ഉള്ളെന്ന് വേറെ ആരുമല്ല. എപ്പോഴും ജീവിച്ചിരിക്കുന്ന ശ്രീകുമാരൻ തമ്പിയാണ് അടുത്ത കാലത്ത് പറഞ്ഞത്. വേറെ ഒരുത്തരും ഇല്ലെന്ന്, വേറെ ഒരുത്തരും ഇന്ന് വരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലെന്ന്. ശ്രീകുമാരൻ തമ്പിയെ അറിയാമല്ലോ, സിനിമ നിർമ്മാതാവും രചയിതാവും ഗാനരചയിതാവും കഥ എഴുത്തുകാരനും എല്ലാമായിട്ടുള്ള അദ്ദേഹമാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അറിവ് നേടിയവർ അങ്ങനെ പറയും, എല്ലാത്തവർക്ക് പറയാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ലോകം മുഴുവൻ ഇത് ക്രിസ്ത്യാനിക്കെതിരായിട്ട് സംഭവിക്കുന്നു. ആരും ഈ ക്രൂരതകളെല്ലാം ഇതെല്ലാം അനുഭവിക്കുന്നവരെ കണ്ടിട്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. ഇപ്പോഴും അവരുടെ നന്മകൾ കൊണ്ടാണ് ജീവിക്കുന്ന പലരും. ഇന്ന് ഭാരതത്തിൽ ലോകം ഒട്ടുക്കും ചിലർ പറയും പാൽപ്പൊടിയും ഗോതമ്പും കൊണ്ടാണെന്ന്. ഈ പാൽപ്പൊടിയും ഗോതമ്പും ഞാൻ ഇതിന് മുൻപും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ സാധുക്കളായ ദരിദ്രരെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുത്തിരുന്നു. സർക്കാർ സ്കൂളുകളിൽ കൊടുത്തിരുന്നു. അവരുടെ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. കത്തോലിക്ക സംഘടനയുടെ സപ്ലൈ ആയിരുന്നു അതൊക്കെ. എന്നിട്ട് അതിലൊന്നും കുഴപ്പമില്ലയോ? ഈ പറയുന്നവരൊക്കെ അതൊക്കെ തിന്നായിരിക്കും അവർ പഠിച്ചത്. അവരുടെ പൂർവികരോ അവരോ അവരുടെ മക്കളുമൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലാതെ എന്തുവാ ബാലവാടി പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവിടെയും കൊടുക്കുന്ന ഇത് തന്നെ ആയിരുന്നു ഈ കത്തോലിക്ക സംഘടനയുടെ സപ്ലൈ ആയത്. അതിന് അപമാനമില്ലയോ? എന്തൊരു നാണം കെട്ട ക്രൂരതയാണോ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനൊന്നും അപമാനമില്ല. പാൽപ്പൊടിയും ഗോതമ്പും കുറേ തിന്നതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇങ്ങനെ വന്നതെന്ന് പറയുന്ന കുറേ വീരന്മാരുണ്ട്. അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പം അതുപോലെ ഞങ്ങൾ ആയുധം എടുക്കില്ല ക്രിസ്ത്യാനികൾ, അതുകൊണ്ടാണ് ഇത് സഹിക്കുന്നത്, ഞങ്ങൾക്കിത് വരുന്നത്. ആയുധം എടുത്ത് പോരാടിയാൽ ഞങ്ങൾ ഇതുപോലെ നിങ്ങളൊക്കെ ഇവിടെ കാണുമോ? കാണത്തില്ല. ഞങ്ങളങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഇന്ത്യ കീഴടക്കി ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ അവർക്ക് പൊളിറ്റിക്കൽ എയിം മാത്രമേ ഉള്ളായിരുന്നു. ഒരു ക്രിസ്ത്യാനിയും ആരും ഒരു മനുഷ്യനെയും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികളല്ല, വേറെ ആരെങ്കിലും കാണുമായിരുന്നു. മുഗളന്മാർ ഭരിച്ചിരുന്നപ്പോൾ അന്യമതസ്ഥർക്ക് ഇവിടെ ജസിയ നികുതി അടിച്ചേൽപ്പിച്ചിരുന്നു, കൊടുത്തിരുന്നു. അല്ലാതെങ്കിൽ ഇവിടെ ജീവിക്കാനും ആ മതം ആചരിക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും എവിടെയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിർബന്ധിച്ച് ആരെയും മതം മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഇന്ത്യയിൽ ചെയ്യുന്ന ഒരുപാട് നിയമങ്ങൾ, പല സംസ്ഥാനങ്ങളും നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടല്ലോ. മതം മാറ്റുന്നവരെ നിർബന്ധിച്ച് മതം മാറ്റുന്നതിന് ഭയങ്കര ശിക്ഷയുമായിട്ട്. എന്നിട്ടെന്താ, ഈ ഹിന്ദു പ്രതിനിധികൾ അങ്ങോട്ട് മതം മാറ്റിയപ്പോൾ, നിർബന്ധിച്ച് മതം മാറ്റിയപ്പോൾ അവരെ പീഡിപ്പിച്ച് ക്രൂരത ചെയ്ത് മതം മാറ്റിയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാത്ത ശിക്ഷിക്കാത്ത എന്താ? പരാതിപ്പെടുന്ന ക്രിസ്ത്യാനികളെയാണ് ദ്രോഹിക്കുന്ന, അറസ്റ്റ് ചെയ്ത് തുറന്നിൽ അടയ്ക്കുന്ന നിയമപാലകർ. ചോദിക്കാൻ ആളുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? ഇല്ല.
പ്രിയപ്പെട്ടവരെ, അതൊന്ന് ചിന്തിക്കണം. എൻ്റെ സഹോദരങ്ങളായ ഹിന്ദു സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും. കാരണം എല്ലാവരും ഇങ്ങനെയല്ല, കുറേ പേര് അതിൻ്റെ എക്സ്ട്രീമിസ്റ്റുകളാണ് ഇങ്ങനെ ആയിപ്പോയത്. മറ്റുള്ളവരൊക്കെ നല്ല കുടുംബങ്ങളിൽ നിന്ന് നോബിലിറ്റി ഉള്ളവരായതുകൊണ്ടാണ് അവർ മനുഷ്യസ്നേഹികളാണ്. ഇസ്ലാം മതത്തിലും ഹിന്ദു മതത്തിലും അവരാരും ഈ വക പ്രചരണത്തിനോ ചെയ്തികൾക്കോ ഒന്നും കൂട്ടി നിൽക്കത്തില്ല. അറിയാം, ഇപ്പോഴും നമ്മുടെ കൂടെ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ എക്സ്ട്രീമിസ്റ്റുകൾ, തീവ്രവാദികൾ, കൊള്ളക്കാർ, ക്രൂരത ഉള്ളവർ, ഇതെല്ലാം ദുഷ്ടർ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളും കൂടെ ശബ്ദം ഉയർത്തണം. അവരും മനുഷ്യർ ജീവിച്ചു പോട്ടെ. അവരെക്കൊണ്ട് എന്ത് ദോഷം നിങ്ങൾക്കുണ്ടായി എന്ന് നിങ്ങളും കൂടെ ഒന്ന് ചോദിക്കണം. അല്ല ഞങ്ങൾ മാത്രമല്ല, അതിനുവേണ്ടിയാണ് പറയുന്നത്. നിങ്ങളും കൂടെ ചോദിക്കണം. ഇന്ന് ഒരു മോഹൻദാസ്, TG മോഹൻദാസ് എന്നൊരു വിദ്വാൻ, ക്രിസ്ത്യാനികൾക്ക് കൊണ്ട് ഒന്നും ഉണ്ടായില്ല, വിദ്യാഭ്യാസ രംഗത്തൊന്നും ചെയ്തില്ല, ആതിര രംഗത്തൊന്നും ചെയ്തില്ല, അവർ കച്ചവടം നടത്തിയത്. ഈ പറയുന്ന സാധനം എവിടുന്നാണ് പഠിച്ചത്? ഒരു ക്രിസ്ത്യാനികളുടെ സ്ഥാപനത്തിലാണ് പഠിച്ചത്. അവർ തന്ന വസ്ത്രങ്ങളാണ് ഉടുത്തത്. അവർ ചെയ്തു തന്ന, കാണിച്ചു തന്ന വസ്തുക്കളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം. നിങ്ങൾ മനുഷ്യരായിട്ട് ജീവിക്കാൻ. മോഹൻ ഭാഗവത് ഇപ്പം പറഞ്ഞിരിക്കുന്നത് എല്ലാം ദേശീയതയുള്ളവരായിരിക്കണം, വൈദേശികതയൊന്നും വേണ്ട എന്ന്. ഈ മനുഷ്യൻ എവിടുന്നാണ് ഈ തുണി ഉടുക്കാൻ പഠിച്ചത്? ആദ്യകാലത്ത് ഇവിടെ എന്തുമായിരുന്നു ഉണ്ടായിരുന്ന? കോണകം എടുത്തും കൊണ്ട് നടക്കുമല്ലായിരുന്നോ? അല്ല വേറെ അതും പോലും ഇല്ലാതായി ജീവിക്കുന്നത്. ഇപ്പോഴും ഉണ്ട് ചില വിദ്വാൻമാർ. എനിക്ക് തോന്നുന്നു കേന്ദ്രമന്ത്രി ആരാണ്ട് പറയുന്നത് കേട്ട്, ഒരു സഹമന്ത്രി ഒരുത്തൻ, ഒരു വ്യക്തി ഇപ്പോഴും ഉടുതുണിയില്ലാതെ, നൂൽബന്ധമില്ലാതാണ് ഇപ്പോഴും കഴിയുന്ന. അവിടുന്ന് ഇറങ്ങിയാൽ എന്നിട്ട് അത് സംബന്ധിച്ച് എന്നിട്ട് അയാൾ വലിയ പൂജകളൊക്കെ നടത്തുന്നു. എല്ലാവരെയും ഹോമവും പൂജയും ഒക്കെ നടത്തുന്നു. അത് കണ്ട് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം വാങ്ങാൻ നിറയെ പേര്. പിന്നെ അതിൻ്റെ വിശദാംശങ്ങളോട് ഞാൻ കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കണേ. എൻ്റെ ഹിന്ദു സഹോദരങ്ങളും ഇസ്ലാം സഹോദരങ്ങളും ഇതിനെതിരായിട്ട് നിങ്ങളും കൂടെ ഒന്ന് ശബ്ദം ഉയർത്തണം. എന്ത് ദോഷമാണെങ്കിലും നിങ്ങളെ പലരും മനുഷ്യരായിട്ട് ഇന്ന് ജീവിക്കുന്നത് ഇവരൊക്കെ ഉണ്ടായിട്ടാണ് എന്ന് ഇരിക്കണം. ഞങ്ങളുടെ പൂർവികരും ഹിന്ദുക്കളായിരുന്നു. ഞാൻ നല്ല ഒന്നാന്തര ക്ഷത്രിയ കൊട്ടാരത്തിൽ തന്നെ ആയിരുന്നു എൻ്റെ പൂർവികരായിട്ടുള്ളവൻ. ഒരു 100-150 വർഷത്തിന് മുൻപ് മാറിയത്. അതൊക്കെ ഓർമ്മ. ഇപ്പോൾ ഞാനത് എല്ലാം ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇവരെ ഞങ്ങളൊക്കെ ആരെയും ഉപദ്രവിക്കാൻ പഠിച്ചിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി, ഞങ്ങൾ പീഡിപ്പിക്കുന്ന ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സർവ്വ ജനവിഭാഗത്തിൽപ്പെട്ടവരും ജനതകൾക്കും വേണ്ടി, നിയമപാലകർക്കും നിയമം ഉണ്ടാക്കുന്നവർക്കും, പീഡിപ്പിക്കാനുമായിട്ട് ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കുന്നുണ്ടല്ലോ പല സംസ്ഥാനങ്ങളും, അവർക്കും വേണ്ടി എല്ലാ നിയമവും എല്ലാത്തിനും വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.